തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ഓഫീസിനെ ചൊല്ലി എംഎൽഎയും കൗൺസിലറും നേർക്കുനേർ. എംഎൽഎ ഓഫീസ് ഒഴിയണമെന്ന ബിജെപി കൗൺസിലർ ആർ ശ്രീലേഖയുടെ ആവശ്യം രാഷ്ട്രീയ മര്യാദകേടെന്ന് വി കെ പ്രശാന്ത് എംഎൽഎ. ഞങ്ങൾക്ക് കൃത്യമായി കൗൺസിൽ ഡിസിഷൻ ഉണ്ട്. അത് പ്രകാരം വാടക നിശ്ചയിച്ചിരുന്നത് കോർപ്പറേഷനാണ്. ആ വാടക നമ്മൾ അടച്ചിട്ടുമുണ്ട്. ഈ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണിത്. ആ പ്രധാന കേന്ദ്രത്തിൽ ഓഫീസ് എടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ശാസ്തമംഗലത്ത് എടുത്തത്. കാരണം നമ്മുടെ 26 വാർഡുകളിലെയും ആളുകൾക്ക് വരാനുള്ള ഗതാഗത സൗകര്യം എംഎൽഎക്ക് സ്വാഭാവികമായിട്ടും പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൗൺസിലർ വിളിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. കൗൺസിലർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ മേയർ വഴി സെക്രട്ടറി അറിയിച്ച് ഒഴിയണമെന്നുള്ള നോട്ടീസ് തന്നാൽ മതിയല്ലോ. എങ്കിൽ അപ്പോഴല്ലേ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ നേരെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. വി കെ പ്രശാന്ത് സഹോദര തുല്യനെന്നും മുറി ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയല്ല, അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് എന്നുമാണ് ആർ ശ്രീലേഖയുടെ പ്രതികരണം. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ. അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പരിമിതമായ സ്ഥലത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ദേവിയെ ഇതൊന്ന് പരിഗണിക്കണം. പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. സഹോദര തുല്യനായിട്ട് സൗഹൃദത്തിന്റെ പേരിൽ അഭ്യർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ശരിയായിട്ടുള്ള നയം എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. അതനുസരിച്ച് ഞാൻ ചെയ്തു. എന്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു അഗ്രിമെന്റിന്റെ ബേസിസിൽ വാടക കൊടുക്കുന്നുണ്ട്. അപ്പം കോർപ്പറേഷന്റെ സ്ഥലമായതുകൊണ്ടാണല്ലോ വാടക കൊടുക്കുന്നത്. ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് തീരുമാനിച്ച് മേയറോട് സംസാരിച്ച ശേഷം പുതിയ മേയറും പുതിയ ആൾക്കാരും എന്താണ് അതിനകത്ത് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അടുത്ത നടപടി എന്താണെന്ന് മേയറുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. അധികാരത്തിൽ കയറി 3 നാളായപ്പോഴേക്കും യു പി ഗുജറാത്ത് മോഡൽ കാണിക്കാനുള്ള ശ്രമമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. വിവാദം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. ശ്രീലേഖ ചേച്ചിയും വി കെ പ്രശാന്ത് എംഎൽഎയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട്, സൗഹൃദമുണ്ട്. അവർ തമ്മിൽ പല കാര്യങ്ങളിലും, ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം അന്ന് മേയറായിരുന്നു, അതിനുശേഷം എംഎൽഎ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം കൊണ്ടുവന്നു. ഇന്ന് ഫോണിൽ ചോദിച്ചു, ഫോൺ കോളിൽ. അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. കെട്ടിടം സംബന്ധിച്ച തർക്കത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് ഇരു കൂട്ടരുടെയും തീരുമാനം. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ശ്രീലേഖയ്ക്ക് പിന്തുണയുമായി ബി.ജെ.പി. നേതാക്കളും വി കെ പ്രശാന്തിനെ പിന്തുണച്ച് CPIM നേതാക്കളും ഒക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ബി.ജെ.പിക്ക് ഭരണം കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ തെളിവാണ് ഈ വിവാദം എന്ന രാഷ്ട്രീയ വിമർശനം CPIM ഉയർത്തുന്നത്, മന്ത്രിമാർ ഉയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇനി നിയമവഴിയിൽ മുന്നോട്ട് പോവുക എന്നതാണോ അടുത്ത നടപടി ഇരുവിഭാഗവും ആലോചിക്കുന്നത്? മനീഷ് മഹിവാൽ. ശ്രീജിത്ത്, ആർ ശ്രീലേഖയെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ BJP ഇതിനെ കാണുന്നത് ശാസ്തമംഗലം കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീലേഖ ഇപ്പോൾ പോയിരിക്കുന്ന അനാവശ്യമായൊരു വിവാദത്തിലേക്ക് പോയിരിക്കുന്നെന്ന വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് BJP അതിനെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും ശ്രീലേഖ ഇങ്ങനെ മുറി ഒഴിഞ്ഞു നൽകണമെന്നുള്ള കാര്യം പ്രശാന്തിനെ അറിയിക്കുന്നത് ഔദ്യോഗികമല്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നഗരസഭ വഴിയോ അല്ലെങ്കിൽ മേയറിൻ്റെ അറിവോട് കൂടിയോ അല്ലെങ്കിൽ അത് BJP നേതൃത്വത്തിൻ്റെ അനുവാദത്തോടു കൂടിയോ ഒക്കെ ആയിരിക്കണം എന്നുള്ളൊരു നിലപാടായിരുന്നു BJPക്കുണ്ടായത്. പക്ഷേ അത്തരം കാര്യങ്ങൾ പാലിക്കാതെയാണ് ശ്രീലേഖ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ നിലവിൽ ശ്രീലേഖ തന്നെയും പറയുന്നത് തനിക്ക് തൻ്റെ അനിയനെ പോലെയാണ് കാണുന്നത് പ്രശാന്ത്. ആ ഒരു സൗഹൃദത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രശാന്ത് പറഞ്ഞത് അത് രാഷ്ട്രീയ മര്യാദകേടാണ്. ഇങ്ങനെ ഒരു നീക്കത്തിന് പിന്നിൽ അത് ശ്രീലേഖയല്ല, ശ്രീലേഖയ്ക്ക് പിന്നിൽ മറ്റു ചില ആളുകളുണ്ട് എന്ന് തന്നെയാണ് CPM സംശയിക്കുന്നത്. CPM അതൊരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി നിലവിൽ BJP അത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് മേയർ വി രാജേഷ് അടക്കം ഇതിനോട് പ്രതികരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു വിഷയം ഇത് വിവാദമായ സാഹചര്യത്തിൽ കെട്ടിടത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തുമെന്ന് വി രാജേഷ് പറയുന്നുണ്ട്. പക്ഷേ ഈ 2026 മാർച്ച് 31 വരെ അതിന് വാടക കരാറുള്ളതാണ്, അതിന് വാടക നൽകുന്നതൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യമാണ് പ്രശാന്ത് അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഇങ്ങനൊരു വിഷയത്തിൽ രണ്ട് കൂട്ടരും ഇനി ഒരേ ഓഫീസിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലേക്ക് നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്, അതായത് നിലവിൽ ശ്രീലേഖയുടെ അസൗകര്യം ഒരേ ഓഫീസിൽ തന്നെ MLAയുടെ ഓഫീസ് ഉണ്ടാകും
ഉണ്ടാകുന്നു. MLA യുടെ ഓഫീസിനകത്തോടുകൂടി തൻ്റെ ഓഫീസിലേക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന അസൗകര്യം ഉണ്ടാകുന്നു. എന്നാൽ ഈ വിഷയത്തിൽ വളരെ വിചിത്രമായൊരു വാദമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിക്കുന്നത്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ശ്രീലേഖയുടേത്. അതിനെ അനുകൂലിക്കുകയാണ്, ശ്രീലേഖയെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ശ്രീലേഖയ്ക്ക് അവിടെ വേണ്ടത് സ്വകാര്യതയാണ്. സ്വകാര്യത സംബന്ധിച്ച വിഷയത്തിലാണ് ശ്രീലേഖ ഈ രീതിയിൽ ഒരു സൗഹൃദമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പ്രശാന്തിനോട് ഈ വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്താണെങ്കിലും വരുന്ന ദിവസങ്ങളിൽ നിയമപരമായി തന്നെ രണ്ട് കൂട്ടരും രംഗത്ത് പോകുമ്പോൾ എന്താണ് കോർപ്പറേഷൻ എടുക്കുന്ന നിലപാടെന്നും ഈ വാടക കെട്ടിടത്തിന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ കോർപ്പറേഷൻ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടക്കുമെന്നോ ഉള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷേ മെയ് 31 വരെ അതിന്റെ കരാർ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സാങ്കേതികമായി നിയമപരമായി തന്നെ VK പ്രശാന്തിനെ അവിടെ നിന്ന് ഇറക്കുന്നതിൽ അത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.